എല്ലാവർക്കും നല്ല നമസ്കാരം. പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. യേശു തൻ്റെ ശിഷ്യന്മാരോടായി ഓർത്തിരിക്കാൻ പറഞ്ഞ രണ്ട് സംഭവങ്ങൾ, അതിലൊന്ന് നോഹയുടെ കാലത്തെ പ്രളയവും, രണ്ട് സോതോമിൻ്റെ നാശവും ആയിരുന്നു. ഈ സോതോം ഗൊമോറ എന്ന് പറയുന്ന രണ്ട് പട്ടണങ്ങളെ ദൈവം ന്യായം വിധിക്കാനുള്ള കാരണങ്ങൾ എന്തായിരുന്നു എന്നുള്ളതാണ് ഇന്ന് ഈ എപ്പിസോഡിൽ എൻ്റെ ചിന്താവിഷയം. സോതോമിനെ നശിപ്പിച്ചത് ഒട്ടുമിക്ക പേർക്കും അറിയാം. ഉയരത്തിൽ നിന്ന് അഗ്നിയും ഗന്ധകവും വർഷിപ്പിച്ച് ആ പട്ടണത്തെ ദൈവം ഉന്മൂലനാശം ചെയ്തു. അതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് അവർ ചെയ്ത ചില പാപപ്രവൃത്തികളായിരുന്നു. അതിലൊന്നാമതായി ഉൽപ്പത്തി പുസ്തകം 19-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അവരുടെ പാപത്തിൻ്റെ പട്ടികയിൽ പ്രധാനപ്പെട്ട പാപമെന്ന് പറയുന്നത് ആണോട് ആണ് അവലക്ഷണമായി പെരുമാറുന്ന തരത്തിലുള്ള പ്രകൃതി വിരുദ്ധമായ ഒരു പാപമായിരുന്നു. അത്തരത്തിലുള്ള പാപം ഒരു കാരണം, ലോത്തിന്റെ ഭവനത്തിൽ ദൂതന്മാർ ചെല്ലുന്ന സമയത്ത് അവിടെയുള്ള പുരുഷന്മാരെല്ലാം ലോത്തിന്റെ ഭവനത്തിൽ മുമ്പിൽ വന്ന് ആക്രോശിച്ച ഒരു വിഷയമെന്ന് പറയുന്നത്, ലോത്തിന്റെ ഭവനത്തിൽ വന്നിരിക്കുന്ന പുരുഷന്മാരെ അവർക്ക് ഭോഗിക്കേണ്ടതിന് അവർക്ക് വിട്ടുകൊടുക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ആക്രോശം. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അവരുടെ പാപത്തിൻ്റെ പ്രധാന പാപഗണത്തിൽപ്പെടുന്ന ഒരു പാപമായിരുന്നു ഈ പറഞ്ഞ സ്വവർഗ അനുരാഗം. പിന്നീട് നമ്മൾ സോതോമിനെ കുറിച്ച്, അവരുടെ പാപങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, യേശു കർത്താവ് പറഞ്ഞ, ശിഷ്യന്മാർ ഓർത്തിരിക്കാൻ പറഞ്ഞ വാക്യത്തിൽ യേശു സോതോം ഗൊമോറയെ കുറിച്ച് പറയുന്ന സമയത്ത് എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. അവര് തിന്നും കുടിച്ചും വാങ്ങിയും വിറ്റും പോന്നു. ഉയരത്തിൽ നിന്ന് തീയിറങ്ങി നശിക്കും വരെയും അവരതറിഞ്ഞില്ല. അപ്പോൾ അവിടുത്തെ രണ്ടാമത്തെ പ്രശ്നമെന്ന് പറയുന്നത്, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന നിലയിൽ ആ പട്ടണമായി തീർന്നു. ആഡംബരമായ ജീവിതത്തിൽ മുഴുകിയ ഒരു പട്ടണമായിരുന്നു. അവർക്ക് ആത്മീയമായി ദൈവത്തെ അന്വേഷിക്കാനുള്ള സമയം ലവലേശമില്ലാത്ത തരത്തിൽ ആയിത്തീർന്നു. അവർ തിരക്കുള്ള മനുഷ്യരായി മാറുകയാണ്. നമ്മൾ മൂന്നാമതായി ചിന്തിക്കുമ്പോൾ, സോതോം ഗൊമോറയിൽ ഉണ്ടായിരുന്ന, വിശേഷിച്ച് സോതോമിൽ ഉണ്ടായിരുന്ന തെറ്റുകൾ കുറച്ചുകൂടെ വിശദമായിട്ട് യെഗസ്കേലിൻ്റെ പ്രവചന പുസ്തകം 16-ാമത്തെ അധ്യായം 49-50 വാക്യങ്ങളിൽ വ്യക്തമായും സോതോമിനെ ദൈവം നശിപ്പിക്കാനുള്ള കാരണങ്ങൾ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് ഞാൻ വായിക്കാം. നിന്റെ സഹോദരിയായ സോതോമിൻ്റെ അകൃത്യമോ ഗർവവും തീൻപുളപ്പും നിർഭയ സ്വൈര്യവും അവൾക്കും അവളുടെ പുത്രിമാർക്കും ഉണ്ടായിരുന്നു. എളിയവനെയും ദരിദ്രനെയും അവൾ സഹായിച്ചതുമില്ല. അവർ അഹങ്കാരികളായി എൻ്റെ മുമ്പിൽ മ്ലേച്ഛത ചെയ്തു. അതുകൊണ്ട് എനിക്ക് ബോധിച്ചതുപോലെ ഞാൻ അവരെ നീക്കിക്കളഞ്ഞു. ഇത് നമ്മൾ മലയാള വേദപുസ്തകത്തിൽ നമ്മൾ സ്ഥിരമായി വായിക്കുന്ന ഭാഗമാണ്.
അതിൻ്റെ ഒരു ന്യൂ ട്രാൻസ്ലേഷൻ എടുക്കുമ്പോൾ ചില പദങ്ങൾ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന തരത്തിൽ ആ ട്രാൻസ്ലേഷൻ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമാകും. അതുകൊണ്ട് ആ ട്രാൻസ്ലേഷൻ ഞാൻ വായിക്കുന്നു. നിന്റെ സഹോദരിയായ സോദോമിൻ്റെ അകൃത്യമോ ഗർവവും അമിതഭക്ഷണവും അലസ ജീവിതവും തന്നെ. യേശുവും പറഞ്ഞിരുന്നു, തിന്നുക കുടിക്കുക എന്നുള്ള നിലവാരത്തിൽ സോദോം കടന്നു വന്നു. അത് തന്നെയാണ് എഹെസ്കേൽ പ്രവാചകനും ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞു പറയുകയാണ്, സോദോമിൻ്റെ പാപങ്ങളിൽ ഒരു പാപമെന്ന് പറയുന്നത് ഗർവ് ഉള്ള മനുഷ്യരായിരുന്നു. അമിത ഭക്ഷണം, അലസമായ ജീവിതം, ഒരു ലക്ഷ്യബോധമില്ലാത്ത ജീവിതം, ഭക്ഷിക്കുക ആനന്ദിക്കുക എന്നുള്ള നിലവാരത്തിൽ അധംപതിച്ചു പോയ ഒരു പട്ടണം. അത് അവൾക്കും അവളുടെ പുത്രിമാർക്കും ഉണ്ടായിരുന്നു. എളിയവനെയും ദരിദ്രനെയും അവൾ സഹായിച്ചതുമില്ല. അവൾക്ക് ഗർവുണ്ടായിരുന്നു, അമിതമായ ഭക്ഷണം, അലസ ജീവിതം, ഒപ്പം എളിയവനെയും ദരിദ്രനെയും അവർ സഹായിച്ചതുമില്ല. ഈ പട്ടണവാസികളുടെ സ്വഭാവമാണ് ഈ പറയുക. ആ പട്ടണത്തിൻ്റെ പുറത്ത് ദരിദ്രരായി കഴിയുന്ന ധാരാളം പേരുണ്ടായിരുന്നു. ആ പട്ടണം സമ്പൽ സമൃദ്ധിയാണ് സോദോം. എന്നാൽ അവരാകട്ടെ തിന്നുക കുടിക്കുക എന്നുള്ള നിലയിലും അലസമായ ജീവിത രീതിയിലും മ്ലേച്ഛകരമായ പാപ സ്വഭാവത്തിലും അവർ ജീവിക്കുമ്പോൾ ആ പട്ടണത്തിന് പുറത്തുള്ള പാവപ്പെട്ടവരെ, ദരിദ്രരെ സഹായിക്കാൻ അവർ കൂട്ടാക്കിയില്ല. മാത്രമല്ല 50-ാം വാക്യം പറയുന്നു, അവർ അഹങ്കാരികളായി എൻ്റെ മുമ്പിൽ മ്ലേച്ഛത ചെയ്തു. അഹങ്കാരം പിടിച്ചവരായി മാറി, ദൈവത്തെ ചോദ്യം ചെയ്യുന്നവരായി മാറി, ദൈവത്തെ വെല്ലുവിളിക്കുന്നവരായി മാറി. അതുകൊണ്ട് എനിക്ക് ബോധിച്ചതുപോലെ ഞാൻ അവരെ നീക്കിക്കളഞ്ഞു. ചില ബുദ്ധിജീവികളൊക്കെ ചോദിക്കാറുണ്ട്, സോദോമിനെ എന്തിന് ദൈവം നശിപ്പിച്ചു? ഏകാധിപതിയെ പോലെ എന്തിനു നശിപ്പിച്ചു? ഏകാധിപതിയെ പോലെയല്ല, അവരുടെ സ്വഭാവത്തിന് തക്ക ശിക്ഷ അവർ പ്രാപിക്കുകയാണ് ചെയ്തത്. ഇന്നത്തെ കാലം നമ്മൾ എടുത്തു പഠിക്കുമ്പോഴും ഇതേ സ്വഭാവത്തോട് ചേർത്ത് വായിക്കാൻ തരത്തിലുള്ള സ്വഭാവത്തോടുകൂടെ അനുരൂപപ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിത രീതിയാണ് നമുക്കിന്ന് കാണാൻ കഴിയുക. നമ്മൾ ആത്മീയ ഗോളം എടുത്താലും ഇത്തരത്തിലുള്ള പാപ സ്വഭാവങ്ങൾ കടന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ആശ്ചര്യകരം. ഒരു കാലത്ത് കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഭക്ഷണമോ പാനീയവുമല്ല, ദൈവരാജ്യം ഭൂമിയിൽ വരണം, ദൈവരാജ്യത്തിലേക്ക് ജനങ്ങളെ പ്രവേശിപ്പിക്കണം എന്നുള്ള ഇച്ഛ കൊണ്ട് ഓടിക്കൊണ്ടിരുന്ന ദൈവജനം ഇന്ന് സമ്പത്ത് സ്വരൂക്കൂട്ടാനും ആഡംബര ജീവിതം നയിക്കാനും തിന്ന് മതിയാവോളം ഭക്ഷിച്ച് ആഡംബരത്തോടെ ജീവിക്കാനും പ്രതിഷ്ഠിക്കപ്പെട്ടവരായി മാറുന്നു. മാത്രമല്ല, മറ്റുള്ളവരെ സഹായിക്കുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് ദൈവമക്കളിൽ നിന്ന് പാടെ മാറിപ്പോയി. അത് ദൈവീക സ്വഭാവമുള്ളവർ, ക്രിസ്തുവിൽ ജനിച്ചവർക്ക് മാത്രമേ അത്തരത്തിലുള്ള സാധ്യത തെളിഞ്ഞു വരികയുള്ളൂ. നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ താല്പര്യമില്ലാത്തവരായി മാറി. ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അപരനെ സ്നേഹിക്കാനും സഹായിക്കാനും കഴിയും. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് സ്നേഹം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. സ്നേഹമാണ് സകലത്തിൻ്റെയും സാരം. നഷ്ടപ്പെട്ടു പോയ മാനവജാതിയെ രക്ഷിക്കാൻ വേണ്ടി മനുഷ്യപുത്രനായി വെളിപ്പെട്ടു വന്ന യേശുക്രിസ്തു തന്നെ സ്നേഹമാണ്. ആ സ്നേഹമാണ് ദൈവമക്കളിലും ഉണ്ടാകേണ്ടത്. ഇത്
സോദോം നിവാസികളിൽ ഇല്ലാതെ പോയതിൻ്റെ കാരണം അവർ അവരുടെ ആഡംബര ജീവിതത്തിൽ മുഴുകി, അത് അവരെ പാപത്തിലേക്ക് നയിച്ചു. ആ പാപം ഒടുവിൽ അവരെ നാശത്തിലേക്ക് കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. യേശു പറഞ്ഞൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ വിടവാങ്ങുകയാണ്. നിങ്ങൾ ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കരുത്, നാളെയെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത്. വയലിലെ താമരയെ നോക്കുവിൻ, അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിച്ചു വെക്കുന്നില്ല. നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കരുത്, സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കുവിൻ എന്ന് പറഞ്ഞ യേശുവിൻ്റെ അനുയായികളായ നാം ഈ സോദോം നിവാസികളുടെ സ്വഭാവം അനുകരിക്കാതെ ക്രിസ്തു പറഞ്ഞ ഉപദേശമനുസരിച്ച് ജീവിക്കുവാൻ ഈ പ്രബോധനം ഉതകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ നിർത്തുന്നു. അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ വിടവാങ്ങുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.